എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ് ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനിക്കും കിട്ടി കേട്ടറ്റ്. അതിനു മുമ്പായി ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ലാൽ ബഹദൂർ ശാസ്ത്രി അതായത് LBS 4 വിഭാഗത്തിലായിട്ടാണ് കേട്ടറ്റ് പരീക്ഷ നടത്തുന്നത്. അതിൽ കൂടുതലായിട്ട് പരീക്ഷ എഴുതുന്നത് കേട്ടറ്റ് 2ഉം അതുപോലെ തന്നെ 3ഉമാണ്. കേട്ടറ്റ് 2 പാസ്സായാൽ UP വരെയും കേട്ടറ്റ് 3 പാസ്സായാൽ ഹൈസ്കൂൾ വരെയും നമുക്ക് പഠിപ്പിക്കാം എന്ന് കരുതി കേട്ടറ്റ് 1ഉം 4ഉം എഴുതുന്നില്ല എന്നല്ല, കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ ഉള്ള ചില കണക്ക് പറഞ്ഞു എന്ന് മാത്രം. ഇത് എങ്ങനെ നമുക്ക് സ്വായത്തമാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. പൊതുവായി പഠിക്കേണ്ട വിഷയമാണ് സൈക്കോളജി. അതുകൊണ്ട് ടച്ച് വിടാതിരിക്കാൻ 1-2 കോൺസെപ്റ്റ്സ് ഡെയിലി പഠിക്കുക. കൂടാതെ വീക്കെൻഡിൽ റിവൈസ് ചെയ്യുക. ഇത് സൈക്കോളജിയുടെ കാര്യം മാത്രമല്ല, പഠിക്കുന്ന എല്ലാ വിഷയങ്ങളിലും കൊണ്ടുവരേണ്ട ഒരു ടാക്ടിക്സ്, ഒരു തന്ത്രമാണിത്. കേട്ടറ്റ് 2ൽ ഓപ്ഷൻ നോക്കി പഠിക്കണം. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, പിന്നെ സയൻസും അതുപോലെ തന്നെ മാത്സും. അപ്പോൾ നമ്മുടെ വിഷയം ഏതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് തിരഞ്ഞെടുത്ത് പഠിക്കുക. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ കേട്ടറ്റ് 3ൽ തേർഡ് പേപ്പർ, അതായത് നമ്മുടെ വിഷയം കുറ്റമറ്റ രീതിയിൽ പഠിച്ചാൽ മറ്റൊരു ടെൻഷൻ്റെയും ആവശ്യകതയില്ല. തീർച്ചയായും ഇത്തവണത്തേത് നമുക്ക് തന്നെ. ഇത് പറയാൻ കാരണം നമ്മൾ സൈക്കോളജിയുടെയും ഇംഗ്ലീഷ് അഥവാ മലയാളവും നന്നായി പഠിക്കും, പക്ഷെ നമ്മുടെ വിഷയം മാത്രം പഠിക്കാൻ മറന്നുപോകും, അല്ലെങ്കിൽ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കാറില്ല. അതുകൊണ്ട് ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്നും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ താങ്ക് യു.